ശുശ്രൂഷ ആരംഭിക്കണം. നമ്മുടെ ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, കർത്താവേ, നല്ല വിശുദ്ധ ദിവസത്തെ ഓർത്ത് ദൈവം ഞാൻ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിലായിരിക്കാൻ കർത്താവേ, അങ്ങേ ഈ ദിവസം ആത്മാവിനും സത്യത്തിലും ആരാധിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് ഈ ഒരു നല്ല അവസരത്തെ നൽകിയിരിക്കുന്നുവല്ലോ. ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിപ്പാനും കർത്താവെ അങ്ങ് നൽകുന്ന ശാന്തിയും സമാധാനവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ആയിരിക്കാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ആദ്യോടന്തം ഞങ്ങളെ വഴി നടത്തണമേ എന്നപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി 103 ഗീതം പാടാം. ഗീതം 103. നിലനിൽ സിയോൻ എന്ന പർവ്വതം.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകലാഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളതും മറവില്ലാത്തതും ആകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. നമുക്ക് ചേർന്ന് ചൊല്ലാം. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗരാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശുവാണ് കർത്താവേ. കർത്താവായ ദൈവമേ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിൻ്റെ വലത്ത് പാത്തിരിക്കുന്നവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ല പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മശിഹാ നീ മാത്രം പരിശുദ്ധാത്മാവ് കൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലെ കേൾക്കാൻ. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടൂത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമുക്കെല്ലാവർക്കും മുട്ടുകളെ മടക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട മുഴുവൻ ദൈവം അതിശയമായിട്ട് നമ്മെ വഴി നടത്തി. ആപത്ത് അനർത്ഥം നിന്നൊക്കെ നമ്മെ വിടുവിച്ചു. ദൈവം നമ്മെ പരിപാലിച്ചു. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ദൈവം നമ്മോട് കൂടെ വാക്ക് മാറാത്തവനും വിശ്വസ്തനുമായിട്ട് കൂടെയിരുന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്നു പോയിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള കുറവുകളെയും കുറ്റങ്ങളെയും പോരായ്മകളെയും നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനായി കർത്താവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടു, സ്വർഗാരോഹണം ചെയ്തു. ആ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ അടുത്ത് മധ്യസ്ഥത ചെയ്യുന്നു. ആ സ്വർഗാരോഹണം ചെയ്ത കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവിധമായിട്ടുള്ള കുറവുകളെയും കുറ്റങ്ങളെയും പോരായ്മകളെയും നമുക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം മൗനമായി ഏറ്റുപറയാം. അനുതാപഹൃദയത്തോടു കൂടി 9ാമത്തെ ഗീതം നമുക്ക് ആലപിക്കാം. എഴുന്നു ഞാൻ, എഴുന്നു ഞാൻ. Yeah.
നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രിയസ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴിയിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറവിൻ. തുടർന്നു വരുന്ന അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ ആൾക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലെത്ര നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടാന്നിട്ടില്ല. യേശു ക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകല പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാനെ ഞങ്ങളെ വെടുപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന് മഹത്വത്തിനായി ജീവിത പുസ്തകത്തിൽ മേലാൻ നിന്റെ സേവ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ ശിക്ഷ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികുകയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി 33-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം പാടാം. 30് ഇരിക്കാം.
പിന്നത്തെ ഞായറായ ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ 51-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുമുള്ള വാക്യങ്ങൾ. പഴയ നിയമം 51-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. പുതിയ നിയമ വേദപാഠഭാഗം വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി നാം പാടിയ 33-ാം ഗീതത്തിൻ്റെ 5-ാമത്തെ ചരണം പാടാം. 33-ാം ഗീതത്തിൻ്റെ 5-ാമത്തെ ചരണം. എന്നെ വിളിച്ച മൂലമോ എനിക്കായി നിൻ പ്രയാസം. സഭയ്ക്കിരിക്കുക. പുതിയ നിയമ വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളുക. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി
പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇങ്ങനെ ഇവിടെ ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ വായിച്ച് അവസാനിച്ചിരിക്കുന്നു. വിശുദ്ധ സുവിശേഷ വേദപാഠഭാഗം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 38 വരെയുള്ള 39 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇവിടെ സുവിശേഷ വേദപാഠഭാഗം ഇന്നത്തേക്കുള്ള വായിച്ച് അവസാനിച്ചു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്നതിനായി 201-ാം ഗീതത്തിൻ്റെ 1ഉം 3ഉം ചരണങ്ങൾ പാടാം. 1-ാമത്തെയും 3-ാമത്തെയും ചരണങ്ങൾ. 201-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 3-ാമത്തെയും ചരണങ്ങൾ. എല്ലാവരും നിന്നെ വിട്ടാൽ ഞാൻ വിട്ട് പോകുമോ? നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം മൗനമായി നിന്ന് ദൈവത്തെ വാഴ്ത്തി പരിശുദ്ധാത്മാ മുഖാന്തരം സകല സത്യത്തിനും വഴി നടത്തുവാൻ അപേക്ഷിക്കുക. കൃപയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിലായിരിക്കാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ പാടി സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച്, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച്, അടക്കപ്പെട്ട് ഉയർത്തെന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് സ്വർഗാരോഹണം ചെയ്ത ദൈവമാകൽ കർത്താവ് അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നുവല്ലോ. കർത്താവെ, ആ ക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കും.
ഒരു വിശുദ്ധ ദിവസം കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഇന്ന് സ്വർഗ്ഗാരോഹണത്തിന് ശേഷമുള്ള ഞായറാഴ്ചയായിട്ട് ഇന്ന് സഭ ആചരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, കർത്താവായ യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിലേക്ക് സ്വർഗ്ഗാരോഹണം ചെയ്യപ്പെട്ടതിന് ശേഷം ഉള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിനും പരിശുദ്ധാത്മ ദാനത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമായിട്ടും നമുക്കിതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിലുള്ള പ്രത്യേകതയെ നാം ഒന്ന് പരിശോധിക്കുവാനാണ് ഇന്നത്തെ വേദപാഠ ഭാഗങ്ങളിലൂടെ ശ്രമിക്കുന്നത്. ഇന്നത്തെ വേദപാഠ ഭാഗങ്ങൾ പഴയ നിയമം, പുതിയ നിയമം, അതിൽ സുവിശേഷം, ലേഖനം എന്നിവ വായിക്കുന്ന സമയത്ത് അവിടെ ദൈവത്തോടുള്ള ഏറ്റവും ആത്മാർത്ഥമായ പശ്ചാത്താപത്തിൻ്റെയും പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടുള്ള അതിയായിട്ടുള്ള ദാഹത്തെയും, അതുപോലെ തന്നെ കർത്താവിൻ്റെ ആ പ്രതിമ, കർത്താവിൻ്റെ രൂപം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുന്നതിൻ്റെയും ഒക്കെ പ്രാധാന്യത്തെയാണ് ഇന്നത്തെ ടെസ്റ്റുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചു കേട്ടത് 51-ാം സങ്കീർത്തനം, നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള സങ്കീർത്തനം, ഒരു നിലവിളിയോട് കൂടെ തുടങ്ങുന്ന സങ്കീർത്തനം, പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ് അവിടെ നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു ഉത്സവത്തിൻ്റെ നാളിൽ വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുത്ത് വരട്ടെ, ഞാൻ അവന് ജീവൻ്റെ ജലം നൽകും എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ചാണ് പറയുന്നത്. വീണ്ടും ലേഖന ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ പൗലോസ് പറയുന്നത് ഒരു പുതിയ മനുഷ്യനായിട്ട്, ക്രിസ്തുവിൻ്റെ പ്രതിമ ധരിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഓണസ്റ്റ് റിപ്പൻറ്റൻസ്, സത്യസന്ധമായ അനുതാപം നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കണം. നമ്മളിന്ന് വായിച്ചു കേട്ട 51-ാം സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. ദാവീദ് എഴുതിയിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള, എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ വളരെ സ്വാധീനിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ഒരു നിലവിളിയോടുകൂടി ആരംഭിക്കുന്ന ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സങ്കീർത്തനത്തെയും ഈ സംഭവങ്ങളെയും ആസ്പദമാക്കിയിട്ട് നമ്മുടെ പള്ളിയിൽ ഒരു നാടകം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ആ മനുഷ്യൻ നീ തന്നെ. ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ദാവീദ് തൻ്റെ സേനാനായകനായിരിക്കുന്ന ഊര്യാവിൻ്റെ ഭാര്യയിൽ ആകർഷനാകുകയും അവളെ ആഗ്രഹിക്കുകയും അവളെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഊര്യാവിനെ കൊല്ലുവാനായിട്ട് പദ്ധതിയിടുകയും അങ്ങനെ ഊര്യാവിനെ കൊല്ലുകയും ഊര്യാവിൻ്റെ മരണത്തിന് ശേഷം ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യയായ ബത്ശേബയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മോഹം, വഞ്ചന, അധികാര ദുർവിനിയോഗം, കൊലപാതകം, ഇങ്ങനെയുള്ള ഒരു പാപത്തിൻ്റെ പട്ടിക നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ സമയത്താണ് നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്തേക്ക് വരുന്നത്. ദാവീദിൻ്റെ അടുത്ത് വന്ന് ദാവീദിനോട് നാഥാൻ പ്രവാചകൻ സംസാരിക്കുകയാണ്. ഒരു ചെറിയ ഒരു സംഭവം നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്. ഒരു സ്ഥലത്ത് രണ്ട് മനുഷ്യർ, ഒരു ധനവാനും ഒരു ദരിദ്രനുമായിട്ടുള്ള രണ്ട് വ്യക്തികളുണ്ടായിരുന്നു. ധനവാന് എല്ലാവിധമായിട്ടുള്ള സമ്പാദ്യവും അതുപോലെ തന്നെ ആടും മാടുകളും എല്ലാം ധനവാനുണ്ടായിരുന്നു. എന്നാൽ ദരിദ്രൻ്റെ ഭവനത്തിൽ അവൻ്റെ എല്ലാമായിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ കുഞ്ഞാടാണ്. ആ കുഞ്ഞാട് അവൻ്റെ ഭവനത്തിൽ ഒരു അംഗത്തെ പോലെയായിരുന്നു. അവൻ്റെ ഭവനത്തിലുള്ള അവരെ ഭക്ഷിക്കുന്ന ഭക്ഷണം കഴിച്ചും അവരോട് കൂടെ കിടന്നും കഴിഞ്ഞു പോരുന്നു ആ കുഞ്ഞാട്.
എന്നാൽ ഈ ധനവാന്റെ ഭവനത്തിൽ അതിഥികൾ വന്ന സമയത്ത് ഈ അവൻ്റെ അനേകം ആടുമാടുകളിൽ നിന്നും ഒന്നിനെ എടുക്കാതെ ഈ ദരിദ്രൻ്റെ ഈ കുഞ്ഞാടിനെ അവൻ എടുത്തുകൊണ്ടുപോയി അതിനെ അറുത്തു അവർക്ക് പാകം ചെയ്തു കൊടുത്തു. ഇതാണ് ദാവീദിനോട് നാഥാൻ പറയുന്ന ആ സംഭവം എന്ന് പറയുന്നത്. ഈ സമയത്ത് ദാവീദിൻ്റെ നീതിബോധം അവനിൽ ഉണർന്നു വരികയും അവൻ ചാടി എഴുന്നേറ്റ്, ആരാണ് ആ മനുഷ്യൻ? അവൻ നീചനാണ്, അവൻ മരണയോഗ്യനാണ് എന്ന് ദാവീദ് പറയുകയും ചെയ്യുന്നു. ആ സമയത്താണ് നാഥാൻ പ്രവാചകൻ പറയുന്നത്, ആ മനുഷ്യൻ നീ തന്നെ. അപ്പോൾ അവിടെയാണ് ഈ ദാവീദ് തൻ്റെ എല്ലാവിധമായിട്ടുള്ള പാപത്തെയും അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ തിന്മകളെയും കുറിച്ചുള്ള ഒരു വലിയ ബോധം അവനുണ്ടാകുന്നത്. വേദപുസ്തകം വായിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം പലപ്പോഴും വേദപുസ്തകത്തിൻ്റെ വിമർശകർ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ദാവീദിനെ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ നീതിമാനായിട്ടും വിശുദ്ധനായിട്ടും വളരെ പ്രധാനപ്പെട്ട പിതാക്കന്മാരുടെ ഗണത്തിലും കൂട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ദാവീദ്. യേശു ക്രിസ്തുവിൻ്റെ വംശാവലി നമ്മൾ എടുക്കുന്ന സമയത്ത് ആ വംശാവലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ദാവീദിന് വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കുമ്പോൾ വിമർശകർ പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു ദാവീദാണോ നീതിമാൻ, വിശുദ്ധൻ എന്നൊക്കെയും ചോദിച്ചുകൊണ്ട് ബൈബിളിനെയും വിശ്വാസത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം പോലും, അത്തരത്തിലുള്ള സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എന്താണ് ബൈബിൾ എന്നത് കൂടി നമ്മൾ ഇതിനോട് കൂടെ ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ബൈബിൾ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ബൈബിളിനെ നമ്മൾ കാണുന്നത് ഇത് സ്വർഗത്തിൽ നിന്നും ദൈവം മനുഷ്യർക്ക് ഇറക്കിക്കൊടുത്ത ഒന്നായിട്ടല്ല, മറിച്ച് മനുഷ്യൻ്റെ ജീവിതാനുഭവത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് ബൈബിൾ. ഇപ്പോൾ ബൈബിളിൽ എഴുതുന്ന സമയത്ത് മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അവൻ്റെ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളും അനുഭവങ്ങളും എല്ലാമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവിടെ എന്താണ് ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്, ദൈവത്തിൻ്റെ ഇടപെടൽ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്നതാണ് നമ്മൾ ബൈബിളിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ബൈബിൾ ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ബൈബിൾ എന്ന് പറയുന്നത്, ബൈബിളിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ ഇടപെടലിനെയും ദൈവികമായിട്ടുള്ള കാര്യങ്ങളെയും ബൈബിളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ബൈബിളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ബൈബിളിൻ്റെ വാക്യങ്ങളിലൂടെ അതിൻ്റെ ഓരോ വാക്കുകളെയും അതിലെ സംഭവങ്ങളെയും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ദൈവം ബന്ധപ്പെട്ടിരിക്കുന്നത്, ദൈവം എങ്ങനെയാണ് ഇടപെട്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ബൈബിളിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ എന്ന് പറയുന്നത് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എഴുതിയിട്ടുള്ളതാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്നത് ഓർക്കുകയും അതിനെ റെക്കോർഡ് ചെയ്യുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൈബിളിൽ ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളിൽ എങ്ങനെയാണ് ദൈവം ഇടപെട്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ദാവീദിൻ്റെ ഈ ഒരു കാര്യം നാഥാൻ പ്രവാചകൻ പറയുന്ന സമയത്ത് ദാവീദ് അവിടെ തളർന്നു പോവുകയാണ്, അവിടെ കവിണ്ണ് വീണുകയാണ്. അവൻ്റെ എല്ലാവിധമായിട്ടുള്ള തെറ്റുകളെയും കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം അവന് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അവൻ ദൈവത്തോട് നിലവിളിക്കുന്നതാണ് നമ്മൾ 51-ാം സങ്കീർത്തനം വായിക്കുന്ന സമയത്ത് നാം കാണുന്നത്. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ ഞാൻ ഏറ്റവും നീചനാണ്, ദൈവത്തിന് മുമ്പിൽ എല്ലാ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയുന്ന, എല്ലാ കുറ്റങ്ങളും ഏറ്റുപറയുന്ന ഒരു ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക, ഈ ദാവീദിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മളായിരുന്നുവെങ്കിൽ എല്ലാ അധികാരവും എല്ലാ പദവികളും എല്ലാവിധമായിട്ടുള്ള സ്വാധീനവും ശക്തിയും സമ്പാദ്യവും ഒക്കെയുള്ള ഒരു പൊസിഷനിൽ നമ്മെപ്പോലുള്ള അല്ലെങ്കിൽ നാം ആയിരുന്നു ഇരുന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? സാധാരണയായിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ സാധാരണയാണ്. അതിൽ പട്ടാളക്കാർ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നതും സാധാരണയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും എല്ലാ യുദ്ധത്തിൻ്റെയും പടനായകൻ എന്ന് പറയുന്നത്
രാജാവാണ്. അപ്പം രാജാവാണ് എപ്പോഴാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു 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 തീരുമാനമാണ്. ഏത് സമയത്ത് യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്യണമോ ചെയ്യേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനം. അതിനുശേഷം എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്, ആരൊക്കെയാണ് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും രാജാവ് തന്നെയാണ്. അപ്പോൾ ദാവീദിന് പറയാം, ഇതെല്ലാം ഈ കാരണങ്ങളെല്ലാം പറയാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് അനിവാര്യമായി വന്ന ഒരു സാഹചര്യമായിരുന്നു. യുദ്ധത്തിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് പറയുന്നതും നമുക്ക് ആരെയും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. പലരെയും നമ്മൾ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഏത് പൊസിഷനിൽ നിന്ന് യുദ്ധം ചെയ്യണമെന്നുള്ളത് അത് തീരുമാനമാണ്. അതുപോലെ തന്നെ യുദ്ധത്തിൽ മരിക്കുക എന്ന് പറയുന്നതും സാധാരണയായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ചെയ്തത് യുദ്ധത്തിൽ മരിച്ച ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയെ സംരക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് ഒരുപക്ഷെ നാം ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മെപ്പോലുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ദാവീദ് അവിടെ പറയുമായിരുന്നു. എന്നാൽ ഈ ഒരു നാഥാൻ പ്രവാചകൻ്റെ നേരിട്ടുള്ള ഇടപെടൽ വന്ന സമയത്ത് ദൈവത്തിന് മുമ്പിലും പ്രവാചകന് മുമ്പിലും യാതൊരു തരത്തിലുമുള്ള വാദമുഖങ്ങളും ഉന്നയിക്കാതെ പൂർണ്ണമായിട്ട് തൻ്റെ തെറ്റിനെ സമ്മതിക്കുന്ന ഒരു ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംഭാഷണം ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ഒരുപാട് വാദമുഖങ്ങളാണ്, നമ്മുടെ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. എന്തുകൊണ്ട് ദൈവമേ നീ എന്നോട് ഇങ്ങനെ ചെയ്തു, എന്തിനാണ് അങ്ങനെ ആയത്, ഇങ്ങനെ സംഭവിച്ചത്, ഇതെല്ലാം നമ്മുടെ മുൻപിലുള്ള ഒരുപാട് വാദമുഖങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഉന്നയിക്കുന്നവരാണ്. ആ വാദമുഖങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ തന്നെ പലപ്പോഴും നമ്മെ തന്നെ സ്വയം ന്യായീകരിക്കുന്ന, നമ്മെ തന്നെ സ്വയം നീതീകരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും സമീപനങ്ങളുമാണ് നമുക്ക് പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ ദാവീദ് ഇവിടെ തൻ്റെ കുറ്റത്തെ പൂർണ്ണമായിട്ട് സമ്മതിക്കുകയാണ്. അക്നോളജ്മെൻറ്റ് ഓഫ് സിൻ, അവൻ്റെ പാപത്തെ അവൻ യഥാർത്ഥമായിട്ട് സമ്മതിക്കുന്നു. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. 51 സങ്കീർത്തനത്തിൽ പറയുന്നതാണ്. അണ്ടർസ്റ്റാൻഡിങ് ദ ഒഫൻസ് അഗെയിൻസ്റ്റ് ഗോഡ്. അവിടെ പറയുകയാണ് ചെയ്യുന്നത്, ഞാൻ പാപം ചെയ്തിരിക്കുന്നത് നിന്നോടാണ്. അതായത് എൻ്റെ സഹോദരനോടുള്ള പാപം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള പാപമാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പിഴച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ, നമ്മുടെ ഈ തിരുവത്താഴവുമായിട്ടുള്ള ബന്ധത്തിലുള്ള അറിയിപ്പിൽ പറയുന്നതാണ്, കൂട്ടുകാരനോട് പിഴച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ അവനോട് അന്യായം ചെയ്ത് അതിന് മതിയായ പ്രതിശാന്തി വരുത്തുവാൻ നാം ഓരോരുത്തരും സന്നദ്ധരായിരിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവരോടുള്ള എല്ലാവിധമായിട്ടുള്ള തിന്മയും എല്ലാവിധമായിട്ടുള്ള തെറ്റുകളും അത് ദൈവത്തോടുള്ളതാണ് എന്നാണ് ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ദൈവത്തോട് ചെയ്തിരിക്കുന്ന തെറ്റാണ്, എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള തെറ്റായിട്ട് ദാവീദ് അതിനെ കണക്കാക്കുന്നു. ഡിസയർ ഫോർ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ, അവൻ്റെ ഉള്ളിലുള്ള അന്തരംഗത്തിലുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. ഞാൻ യോഗ്യനല്ല, ഞാൻ ദൈവത്തിന് മുമ്പിൽ യാതൊരു ദയയ്ക്കും ഞാൻ യോഗ്യനല്ല. മറിച്ച് ദൈവത്തിൻ്റെ ദയ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക്
എന്നുണ്ടാകുക, എനിക്ക് പാപക്ഷമ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന, പൂർണ്ണമായിട്ട് അനുതപിക്കുന്ന ഒരു ദാവീദിനെയാണ് ഇന്ന് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ യഥാർത്ഥമായിട്ട് സമർപ്പിക്കുന്ന, നമ്മുടെ എല്ലാവിധമായിട്ടുള്ള കുറവുകളും പാപങ്ങളും ഓർത്തുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ പശ്ചാത്തപിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കണം. ദ തേസ്റ്റി ഫോർ സ്പിരിറ്റ്. രണ്ടാമതായിട്ട് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് കർത്താവ് അവിടെ പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ കർത്താവ് അവിടെ പറയുന്നത് എന്താണ്? കർത്താവ് പറയുന്നത് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും, കർത്താവിൽ നിന്നും നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദാനം കർത്താവിൽ നിന്ന് ലഭിക്കും. ഈ ഭാഗം നമ്മൾ വായിക്കുന്ന സമയത്ത് അവൻ അന്ന് മഹത്വീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞിട്ടുള്ള കാലഘട്ടമാണ്. സ്വർഗാരോഹണത്തോടു കൂടി കർത്താവ് ദൈവത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ മഹത്വീകരിക്കപ്പെട്ടവനായിട്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെയാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഓർക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ യേശു നമ്മോട് യാചിക്കാനായിട്ട് പറയുന്നത് ഇത്തരത്തിൽ ഒരു ആത്മാവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ നിന്ന് ഉയരേണ്ടത്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നുള്ള ആ ദാവീദിൻ്റെ പ്രാർത്ഥന പോലെ ദ തേസ്റ്റ് ഫോർ സ്പിരിറ്റ്, നമ്മുടെ ഉള്ളിൽ ആത്മാവിന് വേണ്ടിയിട്ടുള്ളൊരു ദാഹം ഉണ്ടായിരിക്കണമെന്ന് ഈ ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുന്ന ഒരു അനുഭവത്തിന് വേണ്ടി കാത്തിരിപ്പാണ് ഈ ഒരു കാലഘട്ടം. ശിഷ്യന്മാരുടെ ജീവിതത്തിലാണെങ്കിലും കർത്താവ് പറയുന്നത്, നിങ്ങൾ ഉയരത്തിൽ നിന്നും ശക്തി പ്രാപിക്കുന്നത് വരെ നഗരത്തിൽ പാർപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവരെ ഒരുക്കി ഒരു സ്ഥലത്ത് മാളിക മുറിയിൽ പ്രാർത്ഥനയോടുകൂടി അവരെ ഇരിക്കുന്നതിന് വേണ്ടി ആ ഉയരത്തിൽ നിന്നുള്ള ശക്തി, ഉയരത്തിൽ നിന്നുള്ള വെളിച്ചം, ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനം അവർ നിറയപ്പെടുന്നതിന് വേണ്ടി, ഒരു പുതിയ മനുഷ്യരായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കപ്പെടലിൻ്റെ ഒരു കാലഘട്ടമായിട്ടാണ് കർത്താവ് ഈ ഒരു കാലഘട്ടത്തെ അവർക്ക് നൽകിയത്. അതുകൊണ്ട് ഈ കാലഘട്ടം ശിഷ്യന്മാരെ സംബന്ധിച്ച് പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ കാത്തിരിപ്പിൻ്റെയും ഒരു കാലഘട്ടമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മെ എന്ത് ചെയ്യും? സകല സത്യത്തിനും വഴി നടത്തുന്ന ദൈവാത്മാവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് നമ്മോട് കൂടെയിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമായിരിക്കണം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ടു റൈസിങ് ടു എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടുക. നമ്മൾ ദാവീദിൻ്റെ സങ്കീർത്തനത്തിലും ആ പ്രാർത്ഥനയിൽ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സ്ഥിരമായ ഒരു ആത്മാവിനെ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ആന്തരികമായിട്ടുള്ളൊരു മാറ്റം, അതിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു ബാഹ്യമായ മാറ്റത്തെക്കുറിച്ചാണ് പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ഇവിടെ പൗലോസ് പറയുമ്പോൾ പൗലോസ് അവിടെ ഊന്നി പറയുന്നൊരു കാര്യം ഉയർത്തപ്പെട്ടവനായ കർത്താവിനെക്കുറിച്ചാണ്. കർത്താവ് ഉയർത്തപ്പെട്ട് സ്വർഗാരോഹണം ചെയ്തു. പിതാവിൻ്റെ മഹത്വത്തിൽ ഇരിക്കുന്ന ആ കർത്താവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ആ കർത്താവിനെയാണ് നമ്മൾ ധരിക്കേണ്ടത്. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ മരിക്കുവാനും ക്രിസ്തുവിൽ ഉയർക്കുവാനും ക്രിസ്തുവിൽ പുതിയ ജീവിതം ഉണ്ടാകുകയും ചെയ്യണമെന്നുള്ള ഒരു ആശയമാണ് പൗലോസ് പറയുന്നത്. പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളും നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആശയം, അതായത് ക്രിസ്തുവിൽ മരിക്കുക, ക്രിസ്തുവിൽ ഉയർക്കുക, ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം, പുതിയ മനുഷ്യനായി തീരുക എന്ന ആ ഒരു തിയോളജി, ദൈവശാസ്ത്രം പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയും അത് തന്നെയാണ്, ആ ഒരു ചേഞ്ചിങ് മെറ്റാഫറാണ് ഇവിടെയും പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു പഴയ മനുഷ്യനുണ്ട്, നമുക്കൊരു പുതുതായി തീരേണ്ട ഒരു അനുഭവമുണ്ട്. ക്രിസ്തുവിൻ്റെ പ്രതിമ ധരിക്കുക, ക്രിസ്തുവിൻ്റെ രൂപമാണ് നമ്മൾ ധരിക്കേണ്ടത്. ഒരുപാട് ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് ഈ പൗലോസിൻ്റെ ഈ ഒരു ചിന്ത എന്ന് പറയുന്നത്. അത് എല്ലാവരും ക്രിസ്തുവിൻ്റെ പ്രതിമ ധരിക്കുക,
എന്ന് പറയുന്നതിലൂടെ ഒരുപാട് ആഴത്തിലുള്ള അർത്ഥമാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഒരു മാസ്ക് ധരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖം ഒരുപോലെ ഇരിക്കും. എന്നാൽ അതിനപ്പുറമായിട്ട് അങ്ങനെയുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ല പൗലോസ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഉണ്ടാകേണ്ട ഒരു മാറ്റത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, പഴയ രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ദുർമോഹം, അതിരാഗം, അങ്ങനെയുള്ള ഒരുപാട് തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൽ നിന്നും മാറി പുതിയ പ്രവൃത്തി, സ്നേഹം, മറ്റുള്ളവരോടുള്ള പരോപകാരം, ദയ, ക്ഷമ എന്നൊക്കെ പറയുന്ന പുതിയ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റം അത് ബാഹ്യമായ പ്രവൃത്തിയിലേക്കുണ്ടാകേണ്ട ഒരു മാറ്റത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അവരെല്ലാവരും അപ്പോൾ ഇതുപോലെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയാണ്. ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന, ക്രിസ്തുവിനെ പോലെ സംസാരിക്കുന്ന, ക്രിസ്തുവിനെ പോലെ ഇടപെടുന്ന, ക്രിസ്തുവിനെ പോലെ മനസ്സലിയുന്ന, അങ്ങനെയുള്ള ഒരു പുതിയ മനുഷ്യൻ്റെ അനുഭവത്തിലേക്ക് ഓരോരുത്തരും മാറുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുമ്പോൾ ആ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, പിന്നെ അവിടെ വേറെ ഐഡൻറ്റിറ്റി ഒന്നുമില്ല. നമ്മൾ തുടർന്ന് നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ ഗ്രീക്ക് യവനനെന്നില്ല, യഹൂദനെന്നില്ല, യജമാനെന്നില്ല, ദാസനെന്നില്ല, അങ്ങനെ യാതൊരു തരത്തിലുള്ള മറ്റുള്ള ഐഡൻറ്റിറ്റിക്കല്ല അവിടെ പ്രാധാന്യം. നമ്മളുടെ ഉള്ളിലുള്ള ഒറ്റ ഐഡൻറ്റിറ്റി, അത് ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു പുതിയ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതൊരു പുതിയൊരു മാനുഷികമായിട്ടുള്ള വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു എന്നതാണ് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, അത് ബാഹ്യമായിട്ട് നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ജീവിതത്തിൽ ഒക്കെയും ഉണ്ടാകേണ്ട മാറ്റമാണ് എന്നതാണ് ഇന്നത്തെ മൂന്നാമത്തെ ടെസ്റ്റ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ അനുതാപത്തോടു കൂടി, വിത്ത് എ റിപ്പൻറ്റൻറ്റ് ഹാർട്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുതാപ ഹൃദയത്തോടു കൂടി ഇരിക്കേണ്ട കാലഘട്ടമാണ്. സ്പിരിച്വൽ ടേസ്റ്റോടു കൂടി, നമുക്ക് ആത്മാവിന് വേണ്ടിയിട്ടുള്ള ദാഹത്തോടു കൂടി ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഒരു മാറ്റത്തിന് വേണ്ടി, ഒരു രൂപാന്തരത്തിന് വേണ്ടി, അത് നമ്മുടെ മനസ്സിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാകേണ്ട ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സ്വർഗ്ഗാരോഹണത്തിന് ശേഷമുള്ള ഈ ഒരു കാലഘട്ടം. അത്തരത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഒരു അനുതാപത്തോടു കൂടി, ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹത്തോടു കൂടി ഒരു ജീവിതത്തിലുള്ള മാറ്റത്തിന് വേണ്ടി അപ്പോസ്തലന്മാർ കാത്തിരുന്നത് പോലെ കാത്തിരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നിക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ സ്വീകരിച്ചുവല്ല. നിക്കിയ വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തെയും സൃഷ്ടിച്ചനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവായ യേശുക്രിസ്തു മൂലം ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശം പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പെട്ട ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകതത്വമുള്ളവൻ, അവനാൽ സകലമുണ്ടായി. അവൻ മനുഷ്യ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിനിറങ്ങി, പരിശുദ്ധാത്മാനാൽ കന്യക മരുന്ന് അവതരിച്ച് മനുഷ്യനെ തീർന്നു. പുന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകൾ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിനെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയല്ല. കർത്താവും ജീവിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടുകൂടെ വന്നിക്കൊണ്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകരുടെ പരിശുദ്ധനുമായ പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ ഏകവിശുദ്ധ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ബപ്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും
സഭയോട് അറിയിപ്പാനുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ പൊതുവഴിപാടായിട്ട് ലഭിച്ചത് 7331 രൂപ. ജന്മദിന സ്തോത്രദാനമായിട്ട് ലഭിച്ചത് 800 രൂപ. ലേലം ഇനത്തിൽ ലഭിച്ചത് 310 രൂപ. അങ്ങനെ ആകെ 8441 രൂപ. 29/5/2025 സ്വർഗാരണ നാളിൽ സ്തോത്ര കാഴ്ചയായിട്ട് ലഭിച്ചത് 640 രൂപ. 30/5/2025 വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ സ്തോത്ര കാഴ്ചയായിട്ട് ലഭിച്ചത് 450 രൂപ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 10:30 മണിക്ക് ഉപവാസ പ്രാർത്ഥനയും വൈകുന്നേരം 7 മണിക്ക് വെള്ളിയാഴ്ച കൂട്ടായ്മ പ്രാർത്ഥനയും നടന്നു വരുന്നു. കഴിയുന്ന എല്ലാവരും ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജ് കാലിക്കറ്റ് 2025 വർഷം 25-26 അധ്യയന വർഷത്തിലേക്ക് കമ്മ്യൂണിറ്റി കോട്ട UG PG എയ്ഡഡ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവരാദ്യം ക്യാപ്പ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ക്യാപ്പ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കാസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ OBX എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് SIOC അതർ ദാൻ നാടാർ എന്നത് സെലക്ട് ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിറ്റി കോട്ട വിദ്യാർത്ഥികൾ mccct.ac.in എന്ന ക്രിസ്ത്യൻ കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിന്നും കോളേജിൻ്റെ ഓൺലൈൻ അപേക്ഷാ ഫോം പൂരിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ ക്യാപ്പ് രജിസ്റ്റർ ചെയ്ത അപേക്ഷയും +2 അല്ലെങ്കിൽ ഡിഗ്രി എന്നിവയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും സഭാശുശ്രൂഷകൻ്റെ കത്തും കാസ്റ്റ് സർട്ടിഫിക്കറ്റും സഹിതം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ എത്തേണ്ടതാണ്. കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി അതിൻ്റെ ഫിനാൻസ് ക്യാമ്പയിൻ ജൂലൈ മാസം ഉണ്ടായിരിക്കുന്നതാണ്. ജൂലൈ മാസത്തിൽ KUT സെമിനാരിയിലെ ഫാക്കൽറ്റി നമ്മുടെ സഭ സന്ദർശിക്കുന്നതാണ് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഏതാഴ്ചയാണ് സന്ദർശിക്കുന്നത് എന്നത് ഇതുവരെ അറിയിച്ചിട്ടില്ല. ആ സമയത്ത് ഞാൻ അത് സഭയെ അറിയിക്കുന്നതായിരിക്കും എന്ന കാര്യം പറയുന്നു. വരുന്ന ഞായറാഴ്ച ഇക്കോളജിക്കൽ സൺഡേ ആയിട്ടാണ് നാം ആചരിക്കുന്നത്. നമ്മുടെ സഭയിലുള്ള സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, സ്ത്രീജന പ്രസ്ഥാനം എന്നിവ ഈ ഒരു ഇക്കോളജി സൺഡേയിൽ പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ, മരം നടുക തുടങ്ങിയിട്ടുള്ള പരിപാടികൾ ചെയ്ത് ഈ ഒരു സഭയുടെ ആചരണത്തെ എല്ലാ രീതിയിലും സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. SSLC +2 ഫുൾ A+ കൂടി പാസ്സായ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റും ഫോട്ടോയും കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന് ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ യൂത്ത് ഫെലോഷിപ്പ് അംഗങ്ങൾ മഹാടവക തലത്തിൽ നടത്തിയ ബൈബിൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് യൂത്ത് ഫെലോഷിപ്പ് അംഗങ്ങളെ സഭയായിട്ട് അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് ശേഷം അവർക്കുള്ള ട്രോഫി വിതരണം ചെയ്യുന്നതായിരിക്കും. വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് കൊയറിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും എന്ന കാര്യം അറിയിക്കുന്നു. വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് കൊയറിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. എല്ലാ കൊയർ മെമ്പേഴ്സും ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ പുതുതായിട്ട് കൊയറിൽ ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. ഈ വർഷത്തെ സൺഡേ സ്കൂള് ഇന്ന് ആരംഭിച്ച് നടത്തപ്പെടുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും ആരാധനയ്ക്ക് ശേഷം സൺഡേ സ്കൂളിൽ പങ്കെടുക്കുകയും പ്രാർത്ഥനയോടുകൂടി ഈ വർഷത്തെ ഈ അധ്യയന വർഷത്തിന് ആരംഭിക്കുന്ന ഈ ഒരു സമയത്തുള്ള സൺഡേ സ്കൂളിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. അതുപോലെ ഈ വർഷത്തെ അധ്യയന വർഷം നാളെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. പുതിയ ക്ലാസ്സുകളിലേക്ക് ചേരുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന ഈ സമയത്ത് നൽകുന്നു. ഈ സമയത്ത് 309 ഗീതത്തിൻ്റെ 1ാമത്തെ ചരണം പാടാം. ആ സമയത്ത് സൺഡേ സ്കൂൾ പഠിക്കുന്ന എല്ലാ കുട്ടികളും മുന്നോട്ട് കടന്നു വരികയും മുട്ടുകുത്തുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ചെയ്യുന്നതാണ്.
309 ഗീതത്തിൻ്റെ 1-ാമത്തെ ചരണം. യേശു കർത്താവേ വിശ്വത്തിൻ്റെ ആശാൻ. പ്രാർത്ഥിക്കുക. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് കർത്താവേ, പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പുതിയ ക്ലാസ്സുകളിലേക്ക് പഠിക്കുവാനായിട്ട് പോകുന്ന പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, പുതിയ പുതിയ ക്ലാസ്സുകളിലേക്ക് ചേരുന്ന കുട്ടികളുണ്ട്, പുതിയ കോഴ്സ് എടുത്ത് പഠിക്കുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവെ ഞങ്ങൾ ഈ സമയത്ത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങാകുന്നുവല്ലോ എല്ലാവിധമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെയും ഉറവിടം. കർത്താവെ, അങ്ങയെ അനുസരിക്കുവാനും, കർത്താവെ, അങ്ങയിൽ വിനയപ്പെടുവാനും, അങ്ങയെ ആരാധിച്ചുകൊണ്ട്, അങ്ങയെ സ്നേഹിച്ചുകൊണ്ട്, അങ്ങയെ ഭക്തിയോടെ ആരാധിച്ചുകൊണ്ട് കർത്താവെ, പ്രിയപ്പെട്ട മക്കൾ നന്നായിട്ട് പഠിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത് എന്ന് പറഞ്ഞ ദൈവം, കർത്താവെ, പഠിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ തലയിൽ അങ്ങ് തന്നെ കൈവച്ച് ആശീർവദിക്കുമാറാണമേ. സ്വർഗീയ ജ്ഞാനത്താൽ കർത്താവെ, പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് വഴി നടത്തണമേ. അവർക്ക് വേണ്ടുന്ന ആരോഗ്യത്തെയും സൗഖ്യത്തെയും ഒക്കെ നൽകുമാറാണമേ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ അധ്യാപകരെയും ഞങ്ങൾ സമയത്ത് ഓർക്കുന്നു. അവർക്കും പഠിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ ദൈവകൃപയും ജ്ഞാനത്തെയും അവിടെ നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ വിദ്യാലയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അറിവിൻ്റെ വെളിച്ചത്തെ ഞങ്ങൾക്ക് പകർന്നു തരുന്ന എല്ലാ വിദ്യാലയങ്ങളും ഏറ്റവും അനുഗ്രഹത്തോടു കൂടി തുറന്നുള്ള കാലങ്ങളിലും നിലനിൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ സ്കൂളുകളെയും, ഹയർ സെക്കൻഡറി സ്കൂളുകളെയും കോളേജുകളെയും ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക ജ്ഞാനം, ദൈവിക അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയിരുന്ന് ഇന്നും എല്ലായ്പ്പോഴും നിങ്ങളെ അനുഗ്രഹിച്ച് പരിപാലിച്ച് വഴി നടത്തട്ടെ. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ഈവ പല്ലാറ്റ്, നിമിഷ പ്രകാശ് കണ്ടാർപ്പറമ്പിൽ, സജീഷ് ഡേവിഡ്, സാറ എലിസബത്ത് പല്ലാറ്റ്, ജോയ്സ് ലീന മുതിരവളപ്പിൽ, മിനി റെജിനോൾഡ് കൊയപ്പ, ജീവ അഗസ്റ്റിൻ മുതിരവളപ്പിൽ, സിൻഡ്രല്ല ഐ വി ചിറ്റാകം, ഷൈറിഷ് നെവിൽ വി പി ഹൗസ്, ബബിത വി ആശാരിപ്പറമ്പിൽ, ദിൽഷ മൺറോൾ, ഷിജു ആൻസ്ലി ഉള്ളാട്ടിൽ, ഏബൽ സിജുമോൻ പറങ്ങത്ത്, ബിബിൻ ജോസഫ് ആന്തൂർ വളപ്പിൽ, ആഷിൻ സുനിൽ പണ്ടാർപ്പറമ്പിൽ, സ്റ്റീന ഡേവിഡ് ഒലിമോണ്ടിൽ, ആനി മെറ്റിൽഡ ചെമ്പോട്ടിൽ, മിറീന ബേബി ആന്തൂർ വളപ്പിൽ,
സെസിൽ തോമസ് അമേങ്കര, ബോബി തോമസ് ഒലിവ് മോണ്ടിൽ, രഞ്ജിത്ത് ആരിസൺ കാരാട്ട്, സുധീഷ് കുമാർ തയ്യൽ, സിന്ധു പുന്നാങ്കുഴി, റോമല വയലറ്റ് മാടായി, രോഹന റോബർട്ട് അനങ്കാട്, അലീഷ സോന ജാനറ്റ് തോട്ടുങ്ങൽ, അൻഷ സന ജെനിഫർ തോട്ടുങ്ങൽ, ആൻസൺ ജോഷിൻ തോട്ടുങ്ങൽ, ഗോഡ്ലിഫ് സുകുമാരൻ അന്തുരുവളപ്പിൽ, ഏണസ്റ്റ് വിനോദ്കുമാർ അന്തുരുവളപ്പിൽ, പ്രശാന്ത് കുമാർ ഹെർമൻ ചിറ്റയാകം, രാജി അനിൽ നമ്പ്രത്ത്, ജുവാൻ ജോസ് അമേങ്കര, അലൻ സുന്ദർരാജ് ചിങ്ങൻ. ഇന്ന് ജന്മദിനം കൊണ്ടാടുന്നത് ആൽബർട്ട് യേശുദാസ് പൂവത്ത്, എഡ്വേർഡ് നെൽസൺ പണ്ടാറപ്പറമ്പിൽ, ശാന്തിലാൽ ഡേവിഡ് കളരിക്കൽ, പ്രകാശ് തോമസ് രാരല്ലിക്കൽ. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ സമയത്ത് 29-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ശരണം പാടാം. നോക്കുന്നു കണ്ണുകളെല്ലാം കർത്താവെ നിഗ്രഹിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവൻ്റെ നാഥനും ജീവൻ്റെ പരിപാലകനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവ്, ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ദിവസത്തിൽ ഓർക്കുന്നു. കഴിഞ്ഞൊരു വർഷം മുഴുവൻ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യവും അനുഗ്രഹവും കൂട്ടായ്മയും അവരോട് കൂടെയിരുന്നു. അങ്ങ് അതിശയരമായിട്ട് അത്ഭുതമായിട്ട് വഴി നടത്തി. അവർക്ക് വേണ്ടത് സൗഖ്യത്തെയും ആരോഗ്യത്തെയും ഒക്കെ നൽകി ആപത്തടന്ന് വിടുവിച്ച് കർത്താവ് അവിടുന്ന് പരിപാലിച്ചനായി വഴി നടത്തിയതിനായി സ്തോത്രം കരയറ്റുന്നു. ആ ദൈവം ഞങ്ങളോട് കൂടെ ഈ പുതിയ വർഷത്തിലുമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ദൈവാശ്രയത്തോടു കൂടി ഈ പുതിയ വർഷത്തിലായിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. എല്ലാവിധമായിട്ടുള്ള നന്മകളാലും വഴി നടത്തണമേ. ഈ പുതിയ വർഷം പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ വർഷമാക്കണമേ എന്നപേക്ഷിക്കുന്നു. വിവാഹ വാർഷികം കൊണ്ടാടി കർത്താവ് ഞങ്ങളുടെ സന്നിധി നന്ദിയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങൾ സമയത്ത് ഓർക്കുന്നു. കർത്താവ് കുടുംബമായിട്ട് കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യവും പരിപാലനവും അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിച്ചുവല്ലോ. കർത്താവെ, ഈ പുതിയ വർഷത്തിലും ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയിൽ ആശ്രയിക്കും എന്ന് യോശുവ പറഞ്ഞ പോലെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളെ, നന്മകളെ, അങ്ങ് നൽകുന്ന സന്തോഷത്തെയും സ്നേഹത്തെയും ഒക്കെ പരസ്പരം പങ്കിട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഈ പുതിയ വർഷത്തിലും പ്രിയപ്പെട്ട മക്കളെ ദൈവം സഹായിക്കണമേ. പലവിധമായിട്ടുള്ള നന്മകൾ അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധി നന്ദിയോടുകൂടി ആയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളെ സമയത്ത് ഓർക്കുന്നു. കർത്താവ് കൂടെ ഇരിക്കണമേ. തുടർന്നും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്നപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നിങ്ങളോട് കൂടെ എന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. പുറത്തുള്ള രണ്ടാമത്തെ ലിത്താനി നമുക്ക് ഈ സമയത്ത് വിനിയോഗിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് സഭയ്ക്ക് പ്രതിവാക്യമായി പറയാം. കർത്താവേ കരുണയുണ്ടാകണമേ. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമൂലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പോലത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവന്മാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തു നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യരോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിൻ്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും പരിശുദ്ധീകരിക്കുന്നുവല്ലോ. നിൻ്റെ വിശുദ്ധ സഭയിലെ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങ് കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനവൻ്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം കൃപ അരുളയണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അപ്പം നുറുക്ക ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാട്ടെ. നമ്മുടെ വഴിപാടുകളെ ദിവസത്തിൽ സമർപ്പിക്കുമ്പോൾ 336 ഗീതം പാടാം. ഗീതം 336, മേഘാരൂഢനായി മഹിമായുധനായി. Ah
പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രൻ്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം നിനക്ക് ഉള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിധനായിരുന്നതുപോലെ ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് അപ്പം നിൽക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോട് പരിശുദ്ധാത്മാവിനോട് കൂടെ ഏകദൈവമായ കാലാവസ്ഥ കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറിയുമാകുന്നു. നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദിഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവദൂതന്മാരോടും പ്രധാന ദൈവദൂതന്മാരോടും സുഹൃത്തിലെ സകലസംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളെ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി ക്രൂശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവൻ ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെ ഈ പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതുകൊണ്ട് പിതാവേ, ഞാൻ കർത്താവായ നിന്റെ പുത്രൻ്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവൻ്റെ മഹത്വമുള്ള പുനരുദ്ധാനത്തെയും സ്വർഗ്ഗാരണത്തെയും ഓർത്തുകൊണ്ടും അവന് നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ മഹിമപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വേദിനെയും നിന്റെ പരിശുദ്ധാത്മാനെ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന് ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിയ എന്ന തലയാകുന്ന അവങ്കിലേക്കും സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോട് കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാന മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്നായ പിതാവേ, നിന്റെ നാമം വിശദീകരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളെ ഉപയോഗിക്കണമേ.
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുത്താം. നമ്മുടെ എല്ലാ കുറവുകളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് തുറന്നു വരുന്ന വിനയ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ പലവിധമായുള്ള നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം, സത്യമുദ്രകളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം, കർത്താവിൻ്റെ തിരുമേശ ഒരുക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഇതിൽ പങ്കുചേരാം. Children
ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ സാക്രമന്ത് വിശ്വാസാൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നിന്റെ വാത്സല്യപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ശിംശായിൽ ഞങ്ങൾ നിന്റെ മക്കളായി നീ സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവനെ മഹാബലിയേറിയ ശരീരമാകുന്ന ആത്മീയഹാരം കൊണ്ട് നീ ഞങ്ങളെ പോഷിപ്പിച്ച്
ആരാധനയുടെ അവസാനമായി 126 ഗീതത്തിൻ്റെ 3-ാമത്തെ ചരണം പാടാം. 126 ഗീതത്തിൻ്റെ 3-ാമത്തെ ചരണം. ഇങ്ങൊന്നിച്ചു നിൽക്കുന്ന അടിയങ്ങൾ കൈയടിച്ചു നേർന്നല്ല. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നാം സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.